പിന്നെ എന്നെ മായ കല്യാണം കഴിക്കാത്ത വേണ്ടെന്ന് പറഞ്ഞു അച്ഛൻ. കല്യാണം കഴിച്ചിട്ട് എന്ത് ചെയ്യാൻ? ആട്ടോ നടക്കുന്നു. ഒന്നും ചെയ്യില്ല. ചേച്ചി കല്യാണം കഴിച്ചില്ലേ? ചേച്ചി വേറെ. നിങ്ങൾക്ക് ഇതല്ലാതെ വേറൊന്നും എന്നോട് പറയാനില്ലേ? ഞാൻ പറട്ടെ, ഞാൻ അച്ഛന്റെ അമ്മയുടെ മോളാണെങ്കിലും പപ്പ എന്നെ കാണുന്ന വേറെ വ്യക്തിയായിട്ടാണ്. വ്യക്തമായില്ല. എന്റെ ചേച്ചി വേറെ വ്യക്തി. നീ എന്ത് തേങ്ങയാണ് പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. അയ്യോ, ഇങ്ങനെയൊന്നും എനിക്ക് വർത്താനം പറയാനും കാഴ്ചപ്പാട് കാണാനും ഒക്കെയല്ല കേട്ടോ. വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ. പിന്നെ എന്നെ മായ കല്യാണം കഴിക്കാത്ത സൗകര്യമില്ല. കല്യാണം കഴിക്കാത്ത എന്നെ ഇങ്ങനെ ബാക്കിൽ നിന്ന് ചൊറിയുമ്പോ ഞാനേ എനിക്ക് ഇഷ്ടമുള്ള ആളോടൊപ്പം പൊറുക്കും. ചേട്ടൻ കൂടി ചേട്ടാ, അതിന് നിനക്ക് വല്ല ദണ്ണം ഉണ്ടോടാ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടോ? എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ തമ്മിൽ എന്തെങ്കിലും പരിചയമുണ്ടോ? അതല്ല ഉദ്ദേശം, ഞാൻ മാറി. പിന്നെ എന്തിനാ നിങ്ങളെ ഞാൻ കല്യാണം കഴിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ വല്ല കുഴപ്പം? അതിനകത്തൊരു ആക്കലുണ്ടല്ലോ. മുഖത്ത് നോക്കി പണ്ട് ചോദിക്കാറുണ്ട്. ഇപ്പൊ ഒന്നും ചോദിക്കാല്ല, മൈൻഡേ ചെയ്യാ. ഞാനത് ചോദിക്കരുതായിരുന്നു. അപ്പൊ ചേട്ടന് കല്യാണം കഴിക്കാത്തതിൽ യാതൊരു വിഷമില്ലേ? വിഷമം വരുമ്പോ ഞാൻ ചട്ടകെടുത്ത് ചൂടുള്ള പായസത്തിലിട്ട് രണ്ടിളക്കിളക്കും. ഇന്ന് എന്നോടൊപ്പമുള്ള ഗസ്റ്റ് ആണെന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. വേറെ ആരുമല്ല, ബോബിച്ചൻ വേണു. തലയിലിടണല്ലേ, വേറെ എവിടെ ഇടാൻ പറ്റില്ലല്ലോ. ബോച്ചെ എന്ന് കേൾക്കുമ്പോൾ എല്ലാവരുടെയും മൈൻഡിൽ ഒന്ന് ഡബിൾ മീനിങ് പറയും. ഡബിൾ മീനിങ് ആണ്, അതാണ് ആൾക്കാരുടെ തോട്ട്. അപ്പം അതെന്താ? ഒരു ഡബിൾ മീനിങ് അല്ല, ഒരു 1.5 ഡബിൾ മീനിങ്ങോ ട്രിപ്പിൾ മീനിങ്ങോ ആണ്. ഞാൻ കേട്ടായിരുന്നു. വേണ്ടാട്ടോ, നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ മീനിങ്ങിന്റെ ആളാണ്. ഞാൻ എല്ലാത്തിന്റെയും ആളാണ്, അങ്ങനെ ഒന്നും വിട്ട് കളയാറില്ല. പിന്നെ കുറെ വയറിലൊക്കെ ആകാം, തൊട്ട് തന്നെയാണോ? വയറിലാവും, വയറ്റിലാവും, ഇതൊക്കെ ഉണ്ടാവും. അയ്യോ, ഞാൻ അത്രക്കാരനല്ല. അതെങ്ങനെ? അത് നിങ്ങൾ ഉദ്ദേശിച്ച പോലെ അല്ലേ നമ്മൾ അങ്ങനെ. ഞാനൊന്നും സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന നാക്കെടുത്താന്നുണേ പറയൂ. എത്ര കാമുകിമാരുണ്ട്. അങ്ങനെ നല്ല കാര്യങ്ങൾക്കൊന്നും എണ്ണം വെക്കാറില്ല. എണ്ണം വെച്ചിട്ട് കുറെ ഉണ്ട്. അപ്പൊ ഓരോ കാലഘട്ടത്തിൽ ഇങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. ഓരോ മാസം ഓരോരുത്തർ. സൗന്ദര്യത്തിന്റെ രഹസ്യം സൗന്ദര്യോ? സ്കിൻ കെയർ ഒക്കെ ചെയ്യോ? ഒന്നും ചെയ്യാറില്ല. നല്ല തിളങ്ങി. എനിക്ക് സൗന്ദര്യം ഉണ്ടോ? ഇഷ്ടപ്പെട്ടോ? ബ്യൂട്ടീഷ്യൻ മാത്രം ഞാൻ ചെയ്യാറില്ല, ഇതുവരെയും ചെയ്തിട്ടില്ല. കാരണം ജനിച്ചപ്പോ കാരണന്മാർക്ക് നല്ല ഭംഗിയുണ്ട്, കോലമുണ്ട്. അപ്പൊ ഇത്ര ഞാൻ വളരെ ഓപ്പൺ ആണ് എന്ന് വെച്ചിട്ട് എല്ലാം തുറന്നു കാണിക്കാൻ പറയരുത്. കാര്യം ആണും പെണ്ണും തമ്മിൽ ചെയ്യും. ആണും തമ്മിൽ ചെയ്യും, പക്ഷെ പെണ്ണും തമ്മിൽ ചെയ്യില്ല. എന്താണത്? നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക്. You have a grandmother, you have No, they are traditional. Regarding this but still അവര് ആ ഒരു കാലത്തിൽ ജീവിച്ച ആൾക്കാരല്ലേ. സോ നീ എന്ത് തേങ്ങയാണ് പറയുന്നേ? സോ നാച്ചുറലി ഒരു പെൺകുട്ടി വളരുമ്പോ നാച്ചുറലി അത് പറയുമല്ലോ. നിക്ക് ഏത് റൂട്ടിലേക്കാ വണ്ടി തിരിക്കണേന്ന് എനിക്കിപ്പോ മനസ്സിലായി. നാച്ചുറലി അത് പറയുമല്ലോ, മോളെ this is the time to get married and all. അതറിയാഞ്ഞിട്ട് നിനക്ക് ഇരിക്കപ്പുറതേ ഇല്ല അല്ലേടി കാന്താരി? എന്റെ അമ്മയും പറയില്ല, പറഞ്ഞിട്ടുമില്ല. അങ്ങനെയൊക്കെ വഴിയില്ലോ. Not now, never, still never. ചീറ്റി പോയല്ലേ? എന്ത് ചീറ്റിന്ന്? ജീവിക്കാൻ വേണ്ടി ഒരു നമ്പർ ഇറക്കിയുള്ളൂ, അത് അങ്ങനെ കണ്ടാ മതി കേട്ടോ. Who is the best? ജോക്കർ വന്നില്ലല്ലോ. ഞാൻ വന്നാ മതി. മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദൈവമേ, ഇതെവിടെ എത്തിയ എന്റെ ആറ്റുകാൽ ഭാസ്കര. എപ്പോഴും ഇങ്ങനെ ചിരിച്ച് തന്നെ നിൽക്കുന്ന ഒരു മുഖം. നീ എങ്ങനെ സുഖിപ്പിച്ച് പുകഴ്ത്തി എന്നെ സോപ്പിടൊന്നും വേണ്ട. അത് വീട്ടിൽ വന്ന് കാണാത്തോണ്ടാണ്. അത് വീട്ടിൽ പോയി ചോദിച്ചാ മതി. യഥാർത്ഥ ഭാവം എന്തായിരിക്കും കുട്ടിയുടെ? വീട്ടിൽ വന്ന് നോക്കിയാൽ മതി. അവരെ പല്ലെറിഞ്ഞിട്ട് കാര്യമില്ല, ആരാണെങ്കിലും ചിരിച്ചു പോകും. പക്ഷെ ശരിക്കും ഒരു ഗുഡ് ഗേൾ സിൻഡ്രോം ഉണ്ട് പഞ്ജുവിന്. ഗുഡ് ഗേൾ സിൻഡ്രോം ഉണ്ടായിരുന്നു. 30s കഴിഞ്ഞ് കഴിഞ്ഞപ്പോ അതങ്ങ് ഡ്രോപ്പ് ചെയ്തു. അതെന്താ ഡ്രോപ്പ് ചെയ്തു എന്ന് പറയാൻ കാരണം? ഇയാളിപ്പോ ചെല്ല്. ഇല്ല, ഞാൻ അതുകൂടി അറിഞ്ഞിട്ടേ പോകുന്നു. നന്നായി. ഇപ്പൊ ഈ റിലേഷൻ ബ്രേക്കപ്പ് ആവാനും കാരണം ഒരു പക്ഷെ OCD സിൻഡ്രോം ആയിരിക്കും. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഇവിടെ തലക്ക് തീ പിടിച്ചിരിക്കുമ്പോൾ ഒരുമാതിരി ഓനെ വർത്താനം പറഞ്ഞല്ലോ കേട്ടോ. OCD അല്ല, അതിന് അതിന്റേതായിട്ടുള്ള പ്രോപ്പർ റീസൺ. അഞ്ജുന് എന്തെങ്കിലും ഒരു ബാഡ് എക്സ്പീരിയൻസോ
അങ്ങനെ എനിക്കറിയാൻ തന്നെ ചോദിക്കും നിനക്ക് എന്ത് സുഖം ഇതിനകത്ത് കിട്ടുന്നത് വന്നപ്പോ തുടങ്ങിയാണല്ലോ ഇപ്പൊ ഞാൻ പറയുന്നതാണോ കുഴപ്പം? എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു അങ്ങനെ എപ്പോഴെങ്കിലും ലൈഫിൽ അപ്പൊ തോന്നിയിട്ടുണ്ട്? ചിന്തിക്കാത്ത മനുഷ്യരൊന്നും ഇല്ലല്ലോ. അപ്പൊ ഇപ്പത്തെ ഒരു റിലേഷനും ഇപ്പൊ ബ്രേക്കപ്പ് ആയതിൽ അതിലും അപ്പൊ റിഗ്രറ്റ് ചെയ്യുന്നില്ല. അതിനെ റിഗ്രറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, കാരണം ഇതൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ ജെന്യുവൻ ആയിട്ട് 100% നമ്മൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്തപ്പോ അവിടുന്ന് നമുക്ക് ഇങ്ങനത്തെ ഒരു തോൽവിയാണ് നമ്മൾ അവിടെ ഏൽക്കുന്നത്. ഇവരെന്തൊരു തോൽവിയാടാ. ഞാനായിട്ടായതല്ല പിന്നെ പാരമ്പര്യം. അപ്പൊ ആ ഒരു ഹാർട്ട് ഫീലിംഗ് എന്ന് പറയുന്നത് ശരിക്കും ഹാർട്ട് ഫീലിംഗ് ഒക്കെ ഉണ്ടെന്നേ, മനുഷ്യരല്ലേ. നാണമില്ലാത്തവന്റെ പ്രശ്നത്തിൽ ഒരു ആല് കളിച്ചാൽ അതും അവനൊരു തണലാണെന്ന് ഷേക്സ്പിയർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് നമ്മളെ ഓൾ ദ മോർ പെയിനിലേക്ക് കൊണ്ടുപോവല്ലേ ചെയ്യണത്. എന്നാടാ നീ നന്നാവണേ? ഇല്ല, അങ്ങനെയില്ല. അങ്ങനെ കാണേണ്ട ആവശ്യം എന്താ? അത് അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. ആ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയതിന്റെ കാരണം എനിക്ക് പറയാൻ പറ്റത്തില്ല. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. ഓക്കെ, സാരില്ല, വിട്ടേക്കും. നീ എത്ര അഡ്ജസ്റ്റ് ചെയ്താലും ശരിയാവില്ല. നിന്റെ മുഖത്ത് ഇപ്പോഴും ഉണ്ട് ഒരു ചമ്മല്. രാവിലെ എണീക്കുമ്പോൾ ഞാൻ ആർക്ക് വേണ്ടിട്ടാ എണീക്കുന്നത്? ഞാൻ ആർക്ക് വേണ്ടിട്ടാ ജീവിക്കുന്നത്? എനിക്ക് നമുക്ക് വേണ്ടി തന്നെ ജീവിക്കണം. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. എന്താണ് ഫ്യൂച്ചർ പ്ലാൻ? ഞാൻ അങ്ങനെ ഫ്യൂച്ചറിൽ ഭയങ്കര ഇൻവെസ്റ്റഡ് അല്ല. ഞാൻ ഇങ്ങനെ പ്രസന്റ് ജീവിച്ചു അങ്ങനെ അങ്ങ് പോട്ടെ. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? വീട്ടിൽ നിന്ന് അമ്മയും അച്ഛനൊന്നും പറയുന്നില്ലേ? ഇല്ലാത്ത പരിചയം കാട്ടി ഓരോരോ ഹമാറുകൾ വലിഞ്ഞു കയറും കേരളക്കാരെ പറയിപ്പിക്കാൻ. വീട്ടിൽ നിന്ന് അമ്മയും അച്ഛനൊന്നും പറയുന്നില്ല? അത് ഞാൻ എന്റെ ചെലവിനാ ജീവിക്കുന്നത്. നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയ. അങ്ങനെയൊന്നും പറയത്തൊന്നുമില്ല. അങ്ങനെ എന്നെ കൊച്ചാക്കട്ട. ആഹാ, പക്ഷെ ഞാൻ ചോദിക്കത്തില്ലേ ഇങ്ങനെ, മോളെ എന്താ ഈ കല്യാണമൊക്കെ ആയോ എന്ന് നമ്മള് വിശേഷം എടി പെണ്ണെ, നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക്. ഇപ്പൊ ഞാൻ ആരാർക്കിലോട് ചോദിക്കേണ്ടി വരും, എന്താ ഈ കല്യാണമൊക്കെ ആയോ? എന്റെ തള്ള, എന്റെ പൊന്ന് തള്ള, നിങ്ങൾക്ക് ഇതല്ലാതെ വേറൊന്നും എന്നോട് പറയാൻ ആലോചിക്കുന്നില്ല. ഇതാ മലയാളികളുടെ കുഴപ്പം, മറ്റുള്ളവരുടെ കാര്യത്തിൽ അനാവശ്യമായി കയറിയിടുന്നത്. നാച്ചുറലി ഒരു അപ്പനും അമ്മയ്ക്കും പെൺകുട്ടി ഒരു പ്രായമായി കഴിയുമ്പോഴത്തേക്ക് ഉണ്ടാവുന്ന ഒരു എന്ത് ഭ്രാന്താണ് ഇയാള് പറയുന്നത്? പ്രായമായി കഴിയുമ്പോഴത്തേക്ക് ഉണ്ടാവുന്ന ഒരു ഇല്ല, അങ്ങനത്തെ ഒരു ടെൻഷനും രണ്ടുപേർക്കും ഇല്ല. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? നിർബന്ധിച്ചിട്ടില്ല. അതൊക്കെ ഉമ്മ കല്യാണം കഴിക്കണ്ടെന്നാ പറയുന്നത്. അയ്യേ, ചമ്മിപ്പോയി.